അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ വഴക്ക് പിടിക്കുകയാണ്. അവര് തല്ലുകൂടി തുടങ്ങുമ്പോൾ തന്നെ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല അവർ കൺവേ ചെയ്യുന്നത്. പാസ്റ്റിൽ നടന്ന കാര്യത്തിലേക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യത്തിലേക്കും അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള പല കാര്യങ്ങളും ഈ കോൺവെർസേഷനിൽ കൊണ്ടുവരുന്നു. ആക്ച്വൽ ആയിട്ട് അവര് സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യം അവരവിടെ പറയാൻ മറന്നുപോകും. അപ്പൊ പല വഴക്കുകളിലും അല്ലെങ്കിൽ പല സംഭാഷണങ്ങളും ദേഷ്യപ്പെട്ടിട്ടോ കാര്യങ്ങൾ കൺവേ ചെയ്യാനോ വേണ്ടി ഉണ്ടാകുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുണ്ടാകുന്ന ചർച്ചകളിൽ സംഭവിക്കുന്നത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ പണ്ട് നടന്ന കാര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും അവർ സംസാരിച്ച് തല്ലുകൂടി അവസാനിക്കുന്നു. പക്ഷെ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാതെ പോകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രിസൈസ് സ്പീച്ച് എന്ന് പറയുന്ന ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇമോഷണൽ അല്ലാതെ ഇന്റലിജന്റോട് കൂടി ആ കാര്യം പ്രസന്റ് ചെയ്ത് അതിനുള്ള പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. സോ പ്രിസൈസ് സ്പീച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്.